ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീഡിയോയുടെ ഇടയിൽ നിങ്ങൾ ചോദിച്ച കമൻസിൻ്റെ റിപ്ലൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ആഷിനെയാണ്. ഡോക്ടർ പറഞ്ഞത് സെയിം എൻ്റെ മകനുണ്ട്, 10 മാസം വാക്സിനേഷന് പോയപ്പോൾ തല അളന്നപ്പോൾ 48 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. പീഡിയാട്രിഷനെ കണ്ട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തു, അതിലൊന്നും കുഴപ്പമില്ല. D3 ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്, എങ്കിലും ടെൻഷനുണ്ട്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ചെയ്തത് ഡീറ്റെയിൽ വീഡിയോ തന്നെയാണ്. ഇനി എല്ലാ ടെസ്റ്റുകളും നോർമലാണെങ്കിൽ വരീഡ് ആവണ്ട, മോൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണെന്ന് തന്നെ വിചാരിക്കാം. എന്നിട്ട് ഒരു 3 മാസം കഴിയുമ്പോൾ ഒന്നുകൂടി ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കാം. അത്രമാത്രം മതി, വരീഡ് ആവണ്ട. അരമണിക്കൂർ വെയിലും കൊള്ളിക്കാം കേട്ടോ. സെക്കൻഡ് സഫ്നയാണ്. എൻ്റെ മോന് 6 മന്ത്സ് കഴിഞ്ഞു. മോൻ്റെ 2 കണ്ണുകളുടെയും മുകളിലത്തെ ഐലൈറ്റ് കാജൽ വരയുന്ന പോലെ ആ ഭാഗത്ത് ഒരു ചെറിയ വൈറ്റ് കളറുണ്ട്. ഞാൻ കാജലൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ വൈറ്റമിൻ കുറവായിരിക്കും എന്ന് പറഞ്ഞു. മൾട്ടി വൈറ്റമിൻ ഡ്രോപ്സ് തന്നു. ഒരു വീഡിയോ ഡോക്ടറെ ഞാൻ കണ്ടു, അതിൽ പിക്ചർ പോലെ കണ്ടിട്ട് തോന്നുന്നില്ല, ചെറിയ കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ഐലൈറ്റ് കാജൽ വരയ്ക്കുന്ന പോലെ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ടാൽ മാത്രമേ നമുക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. തൊട്ടടുത്തുള്ള കുട്ടികളുടെ ഡോക്ടറെ അല്ലെങ്കിൽ പീഡിയാട്രിഷനെ കാണിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഇനി നിങ്ങൾ അബ്രോഡാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ താഴത്തെ ഓൺലൈൻ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തു. എന്നാലും കുഞ്ഞിനെ കണ്ടാലേ കറക്റ്റായിട്ട് അത് പറയാൻ പറ്റുള്ളൂ. ദെൻ ദീപ ആണ്. ഡോക്ടറിൻ്റെ വീഡിയോസ് ഓൾവേസ് ഹെൽപ്ഫുൾ ആണ്. ഹായ് ദീപ. ദെൻ അഞ്ജു ആണ്. എൻ്റെ സിസ്റ്ററിൻ്റെ ബേബിക്ക് ഇപ്പോൾ 3 മാസമായിട്ടുള്ളൂ. ഇപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂ ഉണ്ട്. 3 ഡേയ്സ് കൂടുമ്പോഴാണ് മോഷൻ പോകുന്നത്. ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഓറഞ്ച് ജ്യൂസിൽ ഗ്ലൂക്കോസ് പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുക്കണം. 3 മാസമല്ല, 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ വൈറ്റമിൻ ഡി ഡ്രോപ്സുമാണ്. കോൺസ്റ്റിപ്പേഷൻ 3 മാസത്തിൽ ഒരിക്കൽ, 3 ദിവസത്തിലൊരിക്കൽ പോകുന്ന മലം പ്രശ്നമുള്ളതല്ല. നിങ്ങളത് പേടിക്കേണ്ട. നോർമൽ ബവൽ മൂവ്മെൻറ്റ്സ് ആണ്. അമ്മ നന്നായി വെള്ളം കുടിക്കട്ടെ, കുഞ്ഞിന് നന്നായിട്ട് ഫീഡ് ചെയ്യട്ടെ. തൈറോയ്ഡ് ചെക്ക് ചെയ്യൂ. തൈറോയ്ഡ് നോർമൽ ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ആഴ്ച വരെയൊക്കെ നമുക്ക് പോവാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിന് ഛർദിയോ വയറുവീർപ്പോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലെങ്കിൽ അത്ര ദിവസം വരെ പോവാതിരുന്നാലും പ്രശ്നമില്ല. അല്ല, കുഞ്ഞെന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. അല്ലാതെ നമ്മൾ വേറെ തരത്തിലുള്ള ജ്യൂസ് ഒന്നും കൊടുക്കുന്നത് ഒട്ടും റെക്കമെൻഡഡ് അല്ല. ദെൻ അശ്രു എന്നുള്ളൊരു ഐഡിയ ആണ്. താങ്ക് യു ഡോക്ടർ ഫോർ ദ ഇൻഫോർമേറ്റീവ് വീഡിയോ. എൻ്റെ മോൾക്ക് 2 ഇയേഴ്സ് ആയി. മോളുടെ വയറിൻ്റെ താഴെയായി റിംഗ് വർംസ് പോലെ കാണുന്നുണ്ട്. ഇത് പീഡിയാട്രിഷ്യൻ സ്കിൻ സ്പെഷ്യലിനെയാണ് കാണിക്കേണ്ടത്. ഫസ്റ്റ് പീഡിയാട്രിഷ്യനെ കാണിച്ചോളൂ. അത് ചിലപ്പോൾ പല കാരണങ്ങളായിരിക്കും. റിംഗ് വർം തന്നെ ആവണം എന്നില്ല. പീഡിയാട്രിഷ്യനെ കാണിച്ചോളൂ ഫസ്റ്റ് കേട്ടോ. അതെ. ഹായ് മാം, ഞാൻ കോപ്പർട്ടി ഇട്ടിട്ട് ഇപ്പോൾ 2 വർഷമായി. ബട്ട് ഇട്ട മുതൽ ഹെവി ബ്ലീഡിങ് ആണ്. പാട് പെട്ടെന്ന് ചെയ്യേണ്ടി വരുന്നു. അത് ശരിയായിട്ട് വരുമെന്ന് വിചാരിച്ചു, ശരിയായിട്ടില്ല. ഇത് നോർമൽ ബ്ലീഡിങ് ആണോ? ചിലർക്ക് ബ്ലീഡിങ് അങ്ങനെ വരാറുണ്ട് കോപ്പർട്ടിയിട്ട് കുറച്ചാദ്യം. പക്ഷെ ഇതിപ്പോൾ 2 ഇയേഴ്സ് ആയിട്ടും ഇത്രയും ബ്ലീഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കണം. കോപ്പർട്ടി റിലേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദെൻ മോസിനെയാണ്. വീഡിയോ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഹായ് മോസിന. ദെൻ വേറൊരു ഐഡിയ എന്നാണ്. ഹലോ ഡോക്ടർ, കുഞ്ഞുങ്ങളിൽ പോസിറ്റിവിറ്റി കൂട്ടാനുള്ള വീഡിയോ കണ്ടിരുന്നു. അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡൗട്ടാണ്. എൻ്റെ മോന് 3 വയസ്സായി. അവന് വളരെ വികൃതിയാണ്. എന്തെങ്കിലും ചെയ്യുന്നത് പറഞ്ഞാൽ അത് തന്നെ കുറേ വട്ടം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ നല്ല വാശിയാണോ? അങ്ങനെയൊക്കെയാണ്. ഇത് നോർമലാണോ? എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെയാണോ? എങ്കിലും ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഒത്തിരി വാശി, അമിത വാശിയാണ്. നിങ്ങൾക്കിപ്പം എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെയാണ്. നമ്മുടെ തൊട്ടുള്ള ഫ്രണ്ട്സിൻ്റെയും ഫാമിലീസിലെയൊക്കെ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ല. കുറേ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. പക്ഷെ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു അമിത വാശിയായിരിക്കാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഒന്ന് കാണിക്കുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ പറയുന്ന ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വേറൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ടൈം ഔട്ട് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. അതായത് കുഞ്ഞ് വാശി കാണിക്കട്ടെ, നമ്മളതിന് ഓവർ എടുത്ത് ആ വാശിയെ സമ്മതിച്ച് കൊടുക്കാൻ പോകണ്ട. കുറേ നേരം കരയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തോളും. അതിനെയാണ് നമ്മൾ ടൈം ഔട്ട് എന്ന് പറയാം. അതൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ട് അതൊന്ന് നോക്കി നോക്കും.
ഡോക്ടർ കുഞ്ഞുങ്ങളുടെ യൂറിൻ ക്ലോസ് എത്ര നാൾ കൂടുമ്പോൾ റീപ്ലേസ് ചെയ്യണമെന്ന് പറയാമോ? ഡേ ഫുൾ ക്ലോസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാം. യൂസ് ചെയ്യുന്ന കാലം നിങ്ങൾ ക്ലീൻ ആയിട്ട് തന്നെ അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒത്തിരി കെമിക്കൽസിലൊന്നും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈൽഡ് സോപ്പിൽ വാഷ് ചെയ്ത് നല്ല തിളച്ച വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി വെയിൽ കിട്ടുവാണെങ്കിൽ വെയിലത്ത് ഉണക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുക. അത് യൂഷ്വലി ദ സെയിം ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ 2 months കഴിയുമ്പോൾ നിങ്ങൾ മാറ്റിയാൽ അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടി മുതിർത്ത കുട്ടികളാണെങ്കിൽ അവരുടെ അണ്ടർ ഗാർമെന്റ്സ് നമ്മൾ പറയുന്ന ഷെഡി എല്ലാം കുഞ്ഞുങ്ങളുടെ ഒരു 6 മാസം കൂടുമ്പോൾ പുതിയ സെറ്റ് വാങ്ങാം. ഒറ്റയടിക്ക് ഒരു കുറേ ഷെഡി വാങ്ങി അതിങ്ങനെ റാൻഡമായിട്ട് യൂസ് ചെയ്യാണ്ട് നമുക്ക് അത്യാവശ്യമുള്ള ഒരു 4 5 വാങ്ങിയിട്ട് അത് 6 months കഴിയുമ്പോൾ മാറ്റാമെന്നുള്ളൊരു ശീലം കൂടി പാരൻസ് ഒന്ന് ഓർക്കണം കേട്ടോ. രഹന ബീഗമാണ്. എൻ്റെ മോൾക്ക് 2 വയസ്സായി. ഫോർഹെഡ് പൊന്തിയിട്ട് എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ പ്രശ്നം, ഒരു ഫോട്ടോ കാണിക്കാമോ? ഇപ്പോൾ നമ്മൾ നോർമൽ ഡോക്ടറിനെ പോയാൽ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യാൻ പറയുമെന്ന് പറയാമോ? നിങ്ങൾക്ക് ചിലപ്പോൾ അമ്മയുടെ പോലെ തന്നെ ആയതുകൊണ്ടായിരിക്കാം കുട്ടിയുടെ ഷേപ്പ് അങ്ങനെ എന്നാലും ചെറിയ കുട്ടികളാകുമ്പോൾ നിങ്ങൾ റുട്ടീൻ ചെക്കപ്പിന് പോകുമ്പോൾ ഒന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു ഫോട്ടോ കാണിച്ച് എല്ലാവർക്കും അതുപോലെ ആയിരിക്കണം എന്നില്ല, അതിലും ഏറ്റക്കുറച്ചിലുകൾ വരാമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ കാൽസ്യം വൈറ്റമിൻ ഡി ലെവലൊക്കെയാണ് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ തൈറോയിഡും അത് കുഞ്ഞിനെ പരിശോധിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിലാണ് ആ ചെക്കപ്പുകൾ ചെയ്യുക. And Priyanka, all your videos are really helpful and informative. Thank you, Priyanka. My daughter is 22 months old. She is very stubborn, especially towards having medicine. ഒരു തരത്തിലും മെഡിസിൻ കഴിക്കില്ല. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോൾ ഫീവർ വന്നാലും പാരസെറ്റമോൾ സപ്പോസിറ്ററി ആണ്. ഫില്ലർ സ്പൂൺ ഒക്കെ ട്രൈ ചെയ്ത് ഒരു മെഡിസിനും കഴിക്കില്ല. വൈറൽ ഫീവർ ഒക്കെ വന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് മെഡിസിൻ കൊടുക്കാൻ. വീട്ടിൽ ആൾട്ടർനേറ്റീവ് മെഡിസിൻ കൊടുക്കാൻ പറഞ്ഞ് പ്രഷറാണ് എന്നുള്ളതാണ്. യൂഷ്വലി നമ്മൾ ഈ സമയത്ത് പറയുമ്പോൾ എല്ലാ തരത്തിലും മെഡിസിൻ എല്ലാത്തിനും ഒരു ടേസ്റ്റ് ഡിഫറൻസ്, ഒരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മളെപ്പോഴും ഒട്ടും കഴിക്കാത്ത കുഞ്ഞുങ്ങൾ, പൊതുവേ കുട്ടികൾക്ക് മരുന്ന് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ടാബ്ലറ്റ്സ് പറയാറുണ്ട്. കുറേ എൻ്റെ പേഷ്യൻസിന് അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ആ ടാബ്ലറ്റ് എത്ര പൊട്ടിക്കണം എന്നുള്ളത് നമുക്കൊരു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതൊന്ന് പൊടിക്കണം. അപ്പോൾ ഈ ടാബ്ലറ്റ് നമ്മൾ കുറച്ചൊരു ബ്ലാൻഡ് ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് കുഞ്ഞിന് എന്താണോ ഇഷ്ടം, കുഞ്ഞിന് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനത്തിൽ ആ ടാബ്ലറ്റ് ആക്കിയിട്ട് അങ്ങ് കൊടുക്കുക. അതൊരിക്കലും മെഡിസിൻ്റെ അടപ്പിലോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും മരുന്ന് കൊടുക്കുന്ന സ്പൂണിലോ ഒന്നും ആവരുത്. കാഷ്വലായിട്ട് ഇപ്പോൾ 2 നേരമുള്ള മെഡിസിൻ ആണെങ്കിൽ 2 നേരം, ഇപ്പോൾ കുഞ്ഞ് തേൻ കഴിക്കുന്നുണ്ട് തേൻ, ജ്യൂസ് ആണെങ്കിൽ ജ്യൂസ് ആ ഗ്ലാസ്സിൽ തന്നെ ആക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അന്ന് വെച്ച് കുറേ ജ്യൂസ് എടുത്തിട്ട് അതിൽ കലക്കരുത്. ഒരിത്തിരി ജ്യൂസ് എടുത്തിട്ട് കലക്കുക. പിന്നെ മെയിൻ ജ്യൂസ് ഇപ്പുറത്ത് വെക്കുക. ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ ഇതിട്ടിട്ട് കുറച്ച് ജ്യൂസ് വെച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വലിയൊരു ജ്യൂസ് ബാക്കി വെച്ചിട്ട് ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് അമ്മ തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അത് കൊടുത്തു നോക്കൂ. ടാബ്ലറ്റ് കുറച്ചുകൂടി ടേസ്റ്റ് ഇല്ലാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക ഇതിലേക്ക്. പിന്നെ നമുക്ക് സപ്പോസിറ്ററി ആണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തോളൂ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ദെൻ രാഹിലിയാണ്, റെഫ്രിജറേറ്ററിൽ വെക്കുന്ന ഫുഡ് ഐറ്റംസ് കുട്ടികൾക്ക് കൊടുക്കാമോ എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറ്റുന്നത്ര അവോയ്ഡ് ചെയ്യൂ. ഫ്രഷ് ആയിട്ട് കൊടുക്കാം. പക്ഷെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 24 hours വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ നൈറ്റിൽ ഉണ്ടാക്കിയ ഫുഡ് നാളെ കൊടുത്തോളൂ. പക്ഷെ മറ്റന്നാളത്തേക്ക് ഒത്തിരി ദിവസത്തേക്ക് വെച്ച് കൊടുക്കാതെ നോക്കാം. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ റെഫ്രിജറേറ്ററിൽ വെച്ചു, നാളെ നമ്മൾ ചൂടാക്കി കൊടുത്തു. ആ ചൂടാക്കിയത് പിന്നെയും റെഫ്രിജറേറ്ററിൽ വെക്കുക. പിന്നത്തെ പ്രാവശ്യം ചൂടാക്കുക. അത് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പോർഷൻ കുട്ടിക്ക് ഈ സമയത്ത് വേണ്ട ഭാഗം മാത്രം ചൂടാക്കിയിട്ട് അത് ഈ സമയത്ത് ഫിനിഷ് ചെയ്യാം. പിന്നെ അടുത്ത നേരത്തേക്ക് പിന്നെ കുറച്ച് ഭാഗം എടുത്തിട്ട് അത് ചൂടാക്കുക. അപ്പോൾ വാമിങ് കൂളിങ് ആ ഒരു പ്രോസസ്സ് മാറി മാറി വരരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ദെൻ ഡോക്ടർ, എൻ്റെ മോൾക്ക് 2.8 years ആയി. വിൻസിയാണ്. എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായി കഴിക്കും. ഡെയിലി ബനാന, നട്ട്സ്, വെജിറ്റബിൾ സാലഡ്, ചോറ്, കഞ്ഞി എല്ലാം കഴിക്കും. മിൽക്കും കുടിക്കുന്നത്. പക്ഷെ വെയിറ്റ് ഗെയിൻ സ്ലോ ആണ്. എല്ലാം എന്ന് തന്നെ പറയാം. ബർത്ത് വെയിറ്റ് ഒട്ടും വിഷമിക്കേണ്ട വിൻസി. നമ്മൾ വാവ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് അതിനുള്ള ഇമ്മ്യൂണിറ്റി കിട്ടും, വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുന്നുണ്ട്. വെയിറ്റ് ഗെയിൻ ഒരു പാരാമീറ്റർ ആയിട്ടേ നിങ്ങൾ എടുക്കണ്ട കേട്ടോ. കുഞ്ഞ് നല്ല ആക്റ്റീവ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വെയിറ്റിലങ്ങ് പൊക്കട്ടെ. കുഞ്ഞ് എല്ലാ ഭക്ഷണവും കഴിക്കട്ടെ. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഐറ്റം ഇടയ്ക്കിടയ്ക്ക് ക്വാണ്ടിറ്റി മാറ്റി കൊടുക്കുക, ടൈപ്പ് മാറ്റി കൊടുക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ ഒരു ഫിസിക്ക് ഇങ്ങനെയായിരിക്കാം, കുഞ്ഞും അതുപോലെയൊക്കെ തന്നെയായിരിക്കും. അസുഖങ്ങളില്ല, ആക്റ്റീവാണ്, ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെയിറ്റിനെ കുറിച്ച് വറീഡ് ആവണ്ട. ദെൻ ഒരു അഫ്നിയാണ്. എൻ്റെ മകന് 1 വയസ്സ് കഴിഞ്ഞു. അവൻ 15 ദിവസമായി. വയറ്റിന്ന് പോകുന്നു. 3 പ്രാവശ്യം കാണിച്ചു. ഇടയ്ക്ക് ഛർദിയുണ്ട്, വയർ വീർത്ത് നിൽക്കുന്നു, പിന്നെ കുറേ വയറ്റുന്നു. അപ്പോൾ വയർ കുറയും.
വീണ്ടും അതുപോലെ തന്നെയാണ് വയറ് വീർത്തിരിക്കുന്നത് ടൈം. ഓക്കെ 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 ഒന്ന് വിശദീകരിക്കാമോ എന്നുള്ളതാണ് അഫ്രി ചോദിച്ചിരിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇപ്പോൾ വയറിളക്കം വളരെ കൂടുതലായതുകൊണ്ട് ചില കുട്ടികൾക്ക് മാറാതെ നിൽക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് തുടക്കം വരുന്നത് യൂഷ്വലി വൈറസോ ബാക്ടീരിയയോ ശരീരത്തിൽ ബാധിക്കുമ്പോഴാണ് ഈ വയറിളക്കം വരുന്നത്. വയറിളക്കം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, കുടലിൻ്റെ ഉള്ളിൽ കോശങ്ങളെ ഈ വൈറസൊക്കെ നശിപ്പിക്കും. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ പറ്റാതെ ആയിരിക്കും കുടലിന് വരിക. അപ്പോൾ നമ്മൾ കുറേ ഫുഡ് ഐറ്റംസ് പല തരത്തിൽ കൊടുക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യില്ല, ദഹിക്കില്ല, ആഗിരണം ചെയ്യില്ല. അതപ്പോൾ അതുപോലെ തന്നെ ദഹിക്കാതെ പോകും. അപ്പോൾ അതിനെയാണ് സെക്കൻഡറി ആയിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ആദ്യം ഇൻഫെക്ഷൻ വന്നു, സെക്കൻഡ് ഇൻഫെക്ഷൻ കാരണമുള്ള വയറ്റിളക്കം, അതുകൊണ്ടുണ്ടാവുന്ന ദഹനക്കേടും പ്രശ്നങ്ങളുമാണ് പിന്നീട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ, അഫ്രിയുടെ കുട്ടിയുടെ കാര്യത്തിൽ ഭക്ഷണ രീതി ഒന്ന് ശരിയാക്കിയാൽ കുഞ്ഞിന് ബെറ്റർ ആവും. ചിലപ്പോൾ ലാക്ടോസ് കുറഞ്ഞ ഭക്ഷണം കൊടുക്കേണ്ടി വരും. ഇതിനെ നമ്മൾ പെർസിസ്റ്റൻറ്റ് ഡയറിയ എന്നാണ് പറയുക. ലാക്ടോസ് കുറഞ്ഞ ഭക്ഷണം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ലാക്ടോസ് തീരെ ഇല്ലാത്ത ഭക്ഷണം കൊടുക്കേണ്ടി വരും. ഒരു ഡയറ്റ് പ്ലാനാണ് അഫ്രിയുടെ കുട്ടിക്ക് വേണ്ടത്. അപ്പോൾ അതിന് എനിക്ക് അറിയാനുള്ളത് ഇപ്പം എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ അഫ്രി കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞാലേ എനിക്കതിനനുസരിച്ചൊന്ന് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രീ ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ, എന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ വീഡിയോ ഒത്തിരി നീണ്ടുപോകാണ്ടിരിക്കാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ഏത് വീഡിയോ ആണ് നെക്സ്റ്റിലേക്ക് വേണ്ടത് എന്നൊക്കെയുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക, നമുക്കത് ചെയ്യാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.